English Matters. കുറച്ചു പേരുമൊത്ത് പുറത്തെവിടെ നിന്നെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആരാണ് ബില്ലടയ്ക്കുക? ചിലവ് മുഴുവൻ ഒറ്റയ്ക്ക് വഹിച്ചു കളയുമെന്ന് ചില ഉദാരമനസ്കർ. അല്ലെങ്കിൽ ആകെ ചിലവായ തുക എല്ലാവരും ചേർന്ന് തുല്യമായി പങ്കിടും. അതുമല്ലെങ്കിൽ ഡച്ച് രീതിയാകാം. ഫ്രണ്ട്സ്, who pays the bill when we eat out as a group? The generous soul among us might be ready to foot the entire bill. Not everybody is struck by such generosity. In such instances, we split the cost equally among all of us. Yet another way is to go Dutch. Go Dutch. G-O go. D-U-T-C-H Dutch. Go Dutch എന്നത് ഒരു അനൗപചാരികമായ ഭാഷാശൈലി അഥവാ ഇൻഫോർമൽ ഇഡിയം ആണ്. കുറച്ചു പേർ ചേർന്ന് ഭക്ഷണശാലകളിൽ ഭക്ഷണം കഴിക്കുക, സിനിമ പോലുള്ള വിനോദ പരിപാടികൾക്ക് പോവുക തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഓരോരുത്തരും അവനവന് വരുന്ന ചിലവ് വഹിക്കുക എന്നതാണ് ഗോ ഡച്ച് എന്ന ഇഡിയമിന്റെ അർത്ഥം. തുല്യമായി പങ്കിടുക അഥവാ ഈക്വൽ ആയി സ്പ്ലിറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് ഗോ ഡച്ച് എന്ന രീതി. ഉദാഹരണത്തിന്, റെസ്റ്റോറന്റിൽ ഓരോ വിഭവത്തിന്റെയും വില വ്യത്യസ്തമായിരിക്കും. അവനവൻ എന്താണോ ഓർഡർ ചെയ്ത് കഴിക്കുന്നത് അതിന്റെ വില, അതായത് അതിന്റെ മാത്രം വില അയാൾ തന്നെ കൊടുക്കുക. ആകെ വന്ന ചിലവ് കണക്കാക്കി തുല്യമായി പങ്കിടുക എന്ന ഏർപ്പാടില്ല. Go Dutch is an informal idiom which means each person pays for what he or she has ordered. In other words, there is no equal splitting or sharing of total expenses. If everyone orders varied dishes, some expensive, some cheap, going Dutch means people pay only for their orders. Though going Dutch involves splitting the expenditure, it is different since splitting usually involves dividing the total expenditure equally. പാശ്ചാത്യ നാടുകളിൽ ഭക്ഷണശാലകളിൽ പാലിക്കേണ്ട മര്യാദകളിൽ നിന്നാണ് ഈ വാക്കിന്റെ ഉദ്ഭവം. The term go Dutch stems from restaurant dining etiquette in the Western world. സുഹൃത്തുക്കളെ, ഇതാ നമുക്ക് സുപരിചിതമായ ഒരു സന്ദർഭം. ജോലിസ്ഥലത്തും മറ്റും നമ്മൾ ഒരുമിച്ചല്ലേ ക്യാന്റീനിൽ പോയി ഉച്ചഭക്ഷണം കഴിക്കാറ്. എന്നിട്ടോ സ്വന്തം ബിൽ അവനവൻ തന്നെ കൊടുക്കുന്നു. ഇതാണ് ഗോ ഡച്ച്. Example sentences. Tonight, we'll have dinner together. Don't worry about the expense. Let us go Dutch. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം. ഒരുപാട് കാശാവുമെന്ന് പേടിക്കണ്ട. ഓരോരുത്തരും അവരവരുടെ ബിൽ കൊടുത്താൽ മതി. Tonight, we'll have dinner together. Don't worry about the expense. Let us go Dutch. Usually, we go Dutch during our daily lunch together. നമ്മൾ ഒരുമിച്ചുള്ള ഉച്ചഭക്ഷണത്തിന് സാധാരണയായി ഓരോരുത്തരും അവരവരുടെ കാശ് കൊടുക്കാറാണ് പതിവ്. Usually, we go Dutch during our daily lunch together. I'll come with you for the movie and dinner, but prefer to go Dutch. ഞാൻ നിങ്ങളുടെ കൂടെ സിനിമയ്ക്കും ഡിന്നറിനും വരാം, പക്ഷേ എന്റെ കാശ് ഞാൻ തന്നെ കൊടുക്കുന്നതാണ് എനിക്ക് താല്പര്യം. I'll come with you for the movie and dinner, but prefer to go Dutch. English Matters, presented by Smita Manikot.